ഹായ് ഗായ്സ്, യൂസ്ഡ് കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊരു യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കാറിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാം. മിസ്റ്റർ ഹസീനാണ് എൻ്റെ കൂടെ ഉള്ളത്. പുള്ളിയാണ് ഇന്ന് ഈ വണ്ടിനെ കുറിച്ചിട്ടുള്ള എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് യു എയിൽ ഫ്യൂവൽ ബിൽ അതുപോലെ തന്നെ പെട്രോൾ പ്രൈസ് അത് ഒരുപാട് മുകളിലേക്ക് പോയിരിക്കുകയാണ്. സോ ഇന്ന് ഏറ്റവും റിലയബിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ചെറിയ വാഹനങ്ങൾ എത്രയും ഈസിയായി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ഫ്യൂവൽ എക്കണോമിക് കൂടിയ വാഹനങ്ങളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു വാഹനമാണ് ഹോണ്ട സിവിക്. ഇത് 2009 ഇയർ മോഡൽ വാഹനമാണ്. ഇത് മിനിമം ഇന്ന് മാർക്കറ്റ് വാല്യൂ വരുന്നത് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 10,000 to 13,000 ആണ് ഇതിൻ്റെ ബെറ്റർ മോഡൽസിൻ്റെ വാല്യൂ വരുന്നത്. 1.8 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 138 bhpയും 174 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പെട്രോൾ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഈ വാഹനത്തെക്കുറിച്ച് പരിചയപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാന കാരണം ഇന്ന് UAE മാർക്കറ്റിൽ പെട്രോളിൻ്റെ വില ഒട്ടനവധി കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പെട്രോളിൻ്റെ വിലയിൽ നമുക്കൊരു കുഞ്ഞു വാഹനം കൊണ്ട് നടക്കുന്നതാണ് എളുപ്പം, ഒരു വലിയ വാഹനം കൊണ്ട് നടക്കുന്നതാണ് എളുപ്പം. 8 സിലിണ്ടറോ 6 സിലിണ്ടറോ ആയിട്ടുള്ള വാഹനങ്ങളെക്കാൾ ബെറ്റർ നമ്മുടെ 4 സിലിണ്ടർ എഞ്ചിൻസ് കാർസുകളാണ്. സോ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിനുകളിൽ ബെറ്റർ ആയിട്ട് ഫ്യൂവൽ എക്കണോമി നമുക്ക് നൽകുന്ന വാഹനത്തെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഹോണ്ട സിവിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രകാരം 1.8 ലിറ്റർ എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സിറ്റി ഡ്രൈവിന് വേണ്ടി ഈ വാഹനം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 9.5 km/ലിറ്ററും അതുപോലെ തന്നെ നമ്മുടെ ലോങ് റൂട്ടിന് വേണ്ടിയാണ് ഈ വാഹനം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 12.5 to 13 ലിറ്ററാണ് കിലോമീറ്റേഴ്സാണ് നിങ്ങൾക്ക് മൈലേജ് ലഭിക്കുക. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ബേസിക് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാം. ജാപ്പനീസ് കമ്പനി ആയിട്ടുള്ള ഹോണ്ടയാണ് സിവിക് നിർമ്മിച്ചിരിക്കുന്നത്. 5 ഡോർ സെഡാൻ മോഡലാണ് ഈ വാഹനം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഹോണ്ട സിവിക്ക് നമ്മൾ പരിചയപ്പെട്ടു. എഞ്ചിൻ ഡീറ്റെയിൽസും മറ്റു മൈലേജും കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിചയപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് വാഹനത്തിൻ്റെ ഉൾഭാഗം, ഈ വാഹനം കൊണ്ടുള്ള നമ്മുടെ ഗുണങ്ങൾ, നമുക്ക് എത്രത്തോളം ഒരു ഫംഗ്ഷൻ ഈ വാഹനത്തിന് നൽകാൻ കഴിയുമെന്നുള്ളത്. മെയിനായിട്ട് ഇതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡാഷ്ബോർഡ്സ്, അതുപോലെ തന്നെ വളരെ ഫാമിലി കംഫർട്ട് ബേസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും സീറ്റിംഗ് കപ്പാസിറ്റിയും 5 സീറ്റർ കപ്പാസിറ്റിയും വാഹനം നൽകിയിട്ടുണ്ട്. സോ അതുകൂടാതെ തന്നെ വളരെ മികച്ച ഇൻറ്റീരിയറും നിലനിർത്തുന്ന ഒരു വാഹനം കൂടിയാണ് ഹോണ്ട സിവിക്ക്. നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ബെറ്റർ മോഡൽ എന്ന നിലയിൽ നമുക്ക് യൂസ്ഡ് വാഹനങ്ങളിൽ നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാവുന്നതാണ്. സോ യൂസ്ഡ് വാഹനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തുകയാണ്. സോ യൂസ്ഡ് വാഹനങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ചേസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചേസിൻ്റെ ഡാമേജോ മറ്റോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ വാല്യൂ ടോട്ടലി ഡൗൺ ആയിരിക്കും. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് എന്ന് പറയുന്നത് എഞ്ചിൻ ഓയിൽ ലീക്കുകളെയാണ്. ലീക്കുകൾ എന്ന് പറയുന്നത് എഞ്ചിനിൽ മൈനറും മേജർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലീക്സ് വരുന്നുണ്ട്. സോ ആ ലീക്കുകളിൽ മേജർ ലീക്കുകളുള്ള വാഹനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അത് മോർ കോസ്റ്റ് നമുക്ക് ആ വാഹനത്തിൽ ഇറക്കേണ്ടി വരും, നമ്മൾ വാഹനം ബൈ ചെയ്ത് കഴിഞ്ഞാൽ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ് മറ്റുള്ള എല്ലാം കൃത്യമായ ഇടവേളകളിൽ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം ഒരു യൂസ്ഡ് വാഹനം വാങ്ങിക്കുമ്പോൾ. ഇന്ന് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാർസ് അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോഡൽസ് അവൈലബിൾ ആണ്. എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ഇന്നത്തെ എക്കണോമിക് അനുസരിച്ച് നമ്മളൊരു പുതിയ യൂസ്ഡ് വാഹനം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് 4 സിലിണ്ടർ എഞ്ചിൻസ് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഇതും അതിൽ വൺ ഓഫ് ദ ബെറ്റർ മോഡലാണ്. അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് സിസ്റ്റം, ഇൻറ്റീരിയേഴ്സ്, അതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഒരു ഫാമിലി കംഫർട്ട് ഇൻറ്റീരിയറും കൂടിയാണ് ഈ വാഹനം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. യൂസ്ഡ് കാർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ഇനിയും എൻ്റെ ചാനലിൽ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.